ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ അകത്തെ തീർന്ന അത്രയും പണികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ അകത്ത് എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വെട്ടത്തിന് വേണ്ടി നമ്മൾ ഡോറുകളെല്ലാം തുറന്നാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന പോലെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കിടന്ന് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കുറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറ്റി എടുത്തു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ചോപ്പിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചായയൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മണ്ടയിൽ തിളപ്പിച്ച് ഗ്ലാസ്സുകളൊക്കെ വെച്ച് പഞ്ചസാരയൊക്കെ ഇടാൻ വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ഗ്യാസ് വയ്ക്കാം. ഇനിയും ഇത് പുറത്തോട്ട് വരും. ഇത് ഇത്രയും വയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് മാറ്റി വെച്ച് ചോപ്പിംഗ് ബോർഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് പഞ്ചസാരയൊക്കെ ഇടാൻ വേണ്ടി ഒരു ബോർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സാധനങ്ങൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വയ്ക്കാം. ഇനിയിപ്പോൾ അത് ഗ്യാസ് ശാല നീക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നീക്കി വയ്ക്കാം. നീക്കി വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോറേജാണ്. ഇവിടെ നമ്മളൊരു ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തള്ളിക്കഴിഞ്ഞാൽ അകത്തോട്ട് പോകും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മസാല അങ്ങനെയുള്ള ഐറ്റംസ് വെക്കാനും ഇവിടെ നമുക്ക് പാത്രങ്ങളെല്ലാം അടുക്കി വയ്ക്കാൻ വേണ്ടിയാണ്, നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം. അത് ഈ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ എടുത്ത് ഇവിടെ വയ്ക്കാം. ഈ ഡോറ് അവിടോട്ട് നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ. വലിച്ചിങ്ങോട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത്രയും വരെ വരും. അത് കഴിയുമ്പോൾ അങ്ങോട്ട് തള്ളി വിടാം നമുക്ക്. ഇതിനകത്ത് വെച്ച് നമ്മൾ ഇവിടുത്തെ കുക്ക് ചെയ്ത സാധനങ്ങൾ, അതായത് നമ്മൾ ചോറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മണ്ടയിൽ ബെഡ് വന്നു കഴിഞ്ഞാൽ ഈ ബെഡിന് വെച്ച് മണ്ടയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം മറഞ്ഞു പോവും. പിന്നെ അവിടെയൊക്കെ മുഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ബെഡിൻ്റെ മണ്ടയിൽ ഈ സാധനം ഒരു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മസാല ടിന്നുകൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം ഇവിടെ പിറക്കി വെച്ച് കഴിഞ്ഞ് കുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ ബോർഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡ് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു കൊളുത്തുണ്ട്. അത് കഴിയുമ്പോൾ അകത്തോട്ട് വാ. ശിവേന്ദ്ര എന്നെ അടിയിൽ കയറി നോക്കുന്നത്. നമുക്കടുത്ത ഈ സൈഡിലേക്ക് നമുക്ക് നോക്കാം. മതി. നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ 6 അടിക്ക് മണ്ടയിൽ 6 അടിയുള്ള ആൾക്കാർക്ക് വരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. അത്രയ്ക്ക് സ്പേസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ എഴുതി കഴിഞ്ഞാൽ തല ഇടിക്കാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനി ഇപ്പോൾ നമ്മളിവിടെ 2 പേർക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാം. ഈ 2 പേർക്ക് യാത്ര ചെയ്യുന്നതിന് ഇപ്പോൾ ഒരാളും കൂടെ കൂടുതലുണ്ടെന്നുണ്ട്, ഇല്ലെങ്കിൽ 1-2 പേരും കൂടെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീറ്റ് പോക്കും. ശിവേന്ദ്ര ഇതൊന്ന് പിടിച്ച് ക്യാമറ അങ്ങനെ പിടിച്ചോ. ആണെന്ന രീതിയിൽ പിടിക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ഒരു അടിയിലൊരു കുറ്റിയുണ്ട്. ഈ കുറ്റി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ഓക്കെ ആയിട്ടിരിക്കും. ഇതുകൊണ്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് കയറിയിരിക്കാം. ശിവേന്ദ്ര കയറിയിരുന്നേ. നീ മോളും കയറിയിരുന്നോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ഇരിക്കാം, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാം. അത് മാത്രമല്ല ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. നമുക്ക് ബെഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ശിവേന്ദ്ര കിടന്ന് കാണിക്കാൻ പോകണോ? എന്നാൽ കിടന്ന് കാണിക്കേ. നേരെ കിടക്ക്. ഇങ്ങനെയാണോ കിടക്കുന്നത്? നേരെ കിടക്ക്. നല്ല അവിടെ തന്നെ താഴോട്ട് കാല് വെച്ച് കിടക്ക്. നേരെ കിടക്ക്, തല പൊക്കി വയ്ക്കാതെ. അതെ, വാ ഇങ്ങോട്ട്. ശിവേന്ദ്ര കിടന്ന് കാണിച്ചിരിക്കുകയാണ്. ആണല്ലേ? തലവണയോ? അത് തലവണയല്ലല്ലോ, ചാരല്ലേ. ശിവൻ്റെ അതിനകത്താണോ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിരുന്ന ശിവേന്ദ്ര ഇതും കൂടെ കാണിച്ചു കൊടുക്കാം. അത് മാത്രമല്ല നമുക്ക് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. ഇതുകൊണ്ടോ ഇവിടെ കുറ്റി എടുത്ത് സ്റ്റോറേജ് ഉണ്ട്. ഉണ്ടോ? അത്യാവശ്യം നല്ല രീതിയിലൊരു സ്റ്റോറേജാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെച്ചിരിക്കുന്നത്. 5 കിലോയുടെ കുറ്റിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഈ റെഗുലേറ്റർ നമ്മൾ റണ്ണിങ്ങിൽ ഊരിയിടും. ഇപ്പോൾ നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ശിവേന്ദ്രയൊക്കെ ശിവൻ്റെ കൈയൊക്കെ മാറ്റിക്കേ. പിന്നെ ഇതിൻ്റെ ഈ ഫ്ലൈവുഡ് കാണുന്നിടത്ത് പ്രൈമറൊന്നും ഒട്ടിച്ചിട്ടില്ല. അതൊക്കെ ഒട്ടിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഒക്കെ ഒട്ടിച്ച് ഫുൾ ഫിനിഷായിട്ട് നമ്മളൊരു വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ വേറെ ഒരു സ്റ്റോറേജും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ശിവേന്ദ്ര അവിടെ നിന്ന് മാറിക്കേ. ശിവേന്ദ്ര അപ്പുറത്തോട്ട് മാറിയിരുന്നേ. അവിടെ ഒന്നോ. ഇതുണ്ടോ, ഇത് അടിപൊളി ഒരു സ്റ്റോറേജാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്തിനാ കയറുന്നത്? അങ്ങനെയൊന്നും കയറിയൊന്നും ഇരിക്കില്ല കേട്ടോ അതിനകത്ത്. ഇതിപ്പം അച്ഛനുള്ളപ്പോൾ കുഴപ്പമില്ല.
അപ്പോൾ ഇത്രയും ഒരു സ്റ്റോറേജും കൂടെ നമുക്ക് ഇവിടെയും കൂടെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി വാട്ടർ സംവിധാനമൊക്കെ നമ്മൾ മണ്ടയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഓരോ വീഡിയോകളും ചെയ്യാനുള്ള നമുക്ക് ടെൻഡൻസി കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.